പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പുണ്യ തിരുനാമം നല്ല വേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ ദൈവത്തിൻ്റെ ദാസന്മാർ, ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ അനുഗ്രഹ കുഞ്ഞുങ്ങൾ, വിവിധ ഭാഗങ്ങളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തിൻ്റെ വിവിധ പട്ടണങ്ങളിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയമക്കൾക്കും ഒരു ദിനം കൂടി ലോകൈക രക്ഷകനും മാനവകുലത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള ധന്യവന്ദനത്തെ പ്രകാശിപ്പിക്കുന്നു. ഒരു പകലിൽ കൂടി തിരുവഴുത്തം യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ സർവകൃപാലുവായ കർത്താവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന കർത്താവിൽ അനുഗ്രഹ കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ദൈവം എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ, ധാരാളമായി സഹായിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തോടനുബന്ധിച്ച് മശിഹായുടെ മടങ്ങി വരവും ലോകാന്ത്യ സംഭവങ്ങളും എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി യേശു എപ്പോൾ വരും, എടുക്കപ്പെടുന്ന മണവാട്ടിയുടെ യോഗ്യത, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നാം ദൈവവചനം പ്രതിപാദിക്കുന്നത്. എല്ലാ മക്കളും പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കണം. വളരെ കലുഷിതമായ ഒരു ലോകത്തിലേക്ക് ഇന്ന് ലോകം കടന്നുകൊണ്ടിരിക്കുന്നു. തിരുവെഴുത്തിൻ്റെ പ്രാധാന്യം പലരും വിശ്വസിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് രാഷ്ട്രങ്ങളിലും അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെയും ബൈബിളിന് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല. വിശ്വാസത്യാഗം സംഭവിക്കുമെന്ന് ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. മുമ്പേ വിശ്വാസത്യാഗം സംഭവിക്കുകയും അധർമ്മമൂർത്തി വെളിപ്പെടുകയും ചെയ്യും. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതുപോലെ ഈ കോവിഡിൻ്റെ പാൻഡമിക് സിറ്റുവേഷൻ നടക്കുമ്പോൾ വ്യക്തമായി രേഖപ്പെടുത്തിയ ചില കാര്യങ്ങളുണ്ട്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ വിശ്വസ്തയോടെ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ ചില ദിനങ്ങൾ ഒരുക്കി കൊടുത്തതാം കോവിഡിൻ്റെ പ്രത്യേകത. ദൈവവചനം കേൾക്കുവാനും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തിയായി വചനം മനസ്സിലാക്കുവാനും. മുൻ പ്രഭാഷണങ്ങൾ സൂചിപ്പിച്ചതുപോലെ BC 100-നും AD 1500-നും ഇടയ്ക്ക് 1600 വർഷക്കാലം ഭക്തനായ 40-ൽ പരം എഴുത്തുകാരാൽ എഴുതിയപ്പെട്ട വിശുദ്ധ തിരുവചനം സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം. തേനിനേക്കാളും തേൻകട്ടയെക്കാളും ഹൃദയത്തിൻ്റെയും ശരീരത്തിൻ്റെയും അസ്ഥികളെയും മാംസത്തെയും ഏതിനെയും പുനരുജ്ജീവിപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് വിലയേറിയത്. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, ബൈബിളിനെ പറ്റി പറയുമ്പോൾ സനാതനമായ ദൈവിക മൂല്യങ്ങൾ സൃഷ്ടാവായ ദൈവത്തിലേക്ക് തൻ്റെ മക്കളെ അടുപ്പിക്കുവാൻ സർവശക്തനായ തൻ്റെ പുത്രനായ യേശുവിനെ ലോകത്തിലേക്ക് അയക്കുകയും തിരുവായി മൊഴിഞ്ഞ സുവിശേഷങ്ങളിൽ കൂടി നിത്യരക്ഷയെ പ്രസിദ്ധമാക്കുവാനും അനന്തനിത്യതയിൽ വിശുദ്ധന്മാരോടൊത്ത് വസിപ്പാൻ മഹിമാസന്നായ കർത്താവ് ഒരുക്കുന്ന ദിവസത്തിൽ തൻ്റെ മക്കൾ ചേർക്കപ്പെടുവാനും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിൻ്റെ സൂക്തങ്ങൾ. ഒരിക്കൽ ഒരു അമേരിക്കക്കാരൻ ആഫ്രിക്കയിലെ വനാന്തരത്തിൽ താനിങ്ങനെ പോകുമ്പോൾ, ഒരു എണ്ണ കമ്പനിയെ ബന്ധപ്പെട്ട് പോകുമ്പോൾ, ഒരു കറുത്ത വർഗ്ഗക്കാരൻ ഒരു ബൈബിൾ വായിച്ചു കൊണ്ടിരിക്കുക. ഇംഗ്ലീഷുകാരൻ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആ ഇംഗ്ലീഷുകാരൻ ചോദിച്ചൊരു കാര്യമുണ്ട്: സുഹൃത്തെ, നീ ഇപ്പോഴും ഈ ബൈബിള് എന്തിനാ വായിക്കുന്നത്? പ്രയോജനമില്ലാത്ത ഗ്രന്ഥം. ആ കറുത്ത വർഗ്ഗക്കാരൻ, ഒരു കാലത്ത് നരഭോജികളായിരുന്ന കറുത്ത വർഗ്ഗക്കാരൻ, ആ ഇംഗ്ലീഷുകാരൻ എഞ്ചിനീയർ നോക്കി പറഞ്ഞു, ഞാനിത് വായിക്കുന്നത് കൊണ്ടാണ് ഇന്ന് താങ്കളോട് സംസാരിക്കുന്നത്. എൻ്റെ പിതാക്കന്മാരുടെ കയ്യിൽ ഈ ബൈബിൾ കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ മുൻ പിതാക്കന്മാർ പച്ച മനുഷ്യനെ കൊന്നിട്ട് അവൻ്റെ ചങ്കും കരളും എടുത്ത് ഭക്ഷിക്കുന്നതാണ്. പക്ഷേ ഈ ബൈബിൾ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ഈ ബൈബിൾ വായിച്ചപ്പോൾ നരഭോജികളായിരുന്ന, മാംസം ഭക്ഷിച്ച് മനുഷ്യനെ കൊന്നു തിന്നുകൊണ്ടിരുന്ന നരഭോജികളായ ഞങ്ങളെ നരസ്നേഹികളാക്കുവാൻ ഈ വചനത്തിന് കഴിഞ്ഞു. മക്കളെ, അങ്ങനെയെങ്കിൽ സ്നേഹത്തെപ്പറ്റിയും സ്നേഹത്തിൻ്റെ അവസ്ഥകളെപ്പറ്റിയും കാൽവറിയിൽ കൂടിയുള്ള രക്ഷയെപ്പറ്റിയും വരുവാനിരിക്കുന്ന നിത്യതയെപ്പറ്റിയും ന്യായവിധിയെപ്പറ്റിയും പ്രതിപാദിക്കുന്ന ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥത്തിൻ്റെ ഒരു ഭാഗത്തിൽ ആ വെളിപ്പാട് പുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ പ്രഭാഷണങ്ങളിൽ ബൈബിളും സയൻസും എന്നുള്ളതിനെപ്പറ്റി നാം ചിന്തിച്ചു. പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ,
ഇന്ന് പകൽ വീണ്ടും നാം വായിക്കുന്നത് വരുവാനുള്ള സംഭവങ്ങളെപ്പറ്റി, എപ്പോൾ യേശു ക്രിസ്തു മടങ്ങി വരും, വരവിൻ്റെ യോഗ്യതകൾ, അവൻ്റെ പ്രത്യക്ഷതയിൽ ആർ നിൽക്കും. ഏകദേശം 10-14 വാക്യങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കും. ഒരു പഠനമുറയിൽ ഏതെങ്കിലും പഠിതാക്കൾ, ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവർ, ഇവർക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ അല്പവേഗത കുറച്ച് യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനം എപ്പോൾ, പ്രത്യക്ഷതയിൽ ആർ നിലനിൽക്കും. ആധാരമായി വീണ്ടും വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടക്കുന്നു. വായിക്കാം മക്കളെ. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവെഴുത്ത്. ഒരിക്കൽ കൂടി വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ തിരുവെഴുത്ത് വായിക്കാം. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത് ഇനി സംഭവിപ്പാനിരിക്കുന്നത് നീ കണ്ടത് ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം കൂടി ദൈവസന്നിധിയിൽ അടയ്ക്കാം. മഹത്വവാനായ ദൈവം ദൂതസഞ്ചയവുമായി നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ സാന്നിധ്യം ഇന്ന് പകലിൽ നമ്മുടെ കൂടെയുണ്ട്. ദാനിയേലിനെ തൊടുവാൻ ഒരു കരമുണ്ടായിരുന്നു. അപ്പോസ്തലനായ യോഹന്നാനെ തൊടുവാൻ ഒരു കരമുണ്ടായിരുന്നു. കേബാർ നദീതീരത്തിരുന്ന എസെക്കിയേലിനെ തൊടുവാൻ ഒരു കരമുണ്ടായിരുന്നു. നിന്റെ ഭാരമേറിയ വിഷയത്തിൽ നിനക്ക് വേണ്ടി ചലിപ്പിക്കുവാൻ ആ കരം ഇന്ന് പകലും വെളിപ്പെടട്ടെ. ചതഞ്ഞ ഉടയ്ക്കാത്തവൻ, പുകയുന്ന തിരിയെക്കെടുത്താത്ത കർത്താവ് നിനക്ക് വേണ്ടി വഴിത്താരകൾ ഒരുക്കട്ടെ. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിലടേ. കുഞ്ഞെ, നിന്റെ പ്രശ്നം എത്ര വലുതെങ്കിലും, നിന്റെ ഭാരം എത്ര വലുതെങ്കിലും ഇന്ന് പകൽ നീ ദൈവത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കുക. വഴികളും വാതിലുകളും അടയുമ്പോൾ എനിക്ക് വേണ്ടി ഒരു വഴി തുറക്കുമെന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ദൈവ കുഞ്ഞിനെ അനുഗ്രഹിക്കുവാൻ മഹത്വവാനായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഒരു പകലിൽ കൂടി ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വരുന്നു. അവങ്കിലേക്ക് നോക്കിയ മക്കൾ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. പൊന്നുകർത്താവേ, അന്ത്യകാലത്തിൻ്റെ പ്രഭാഷണത്തിൽ അങ്ങയുടെ മേഘപ്രത്യക്ഷത അടുത്തു വരുമ്പോൾ ദൈവമക്കൾ വചനം പഠിക്കുക എന്ന ഒരുക്കത്തോടെ ഈ പകലിലും ഞങ്ങൾ വചനത്തിൻ്റെ മുൻപിലായിരിക്കുന്നു. വചനം അങ്ങയുടേത്, അടിയൻ അങ്ങയുടേത്, കേൾക്കുന്ന മക്കൾ അങ്ങയുടേത്. പൊന്നു കർത്താവേ, ഈ പകലിൽ ഞങ്ങളുടെ മക്കളെ തുടരണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പ്രക്ഷേപണം കടത്തിയിരുന്ന എല്ലാ സ്ഥലങ്ങളിലും ദൈവകരം വെളിപ്പെട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നു. യേശുവിൻ രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി ക്ലേശമുണ്ടെങ്കിലും അന്ത്യകാലത്തിൻ്റെ സന്ദേശം പറയുവാൻ എളിയവനെയും ബലപ്പെടുത്തണം. സ്വർഗത്തിന് ഭൂമിക്ക് നാഥനായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. മഹാദൈവം ഞങ്ങളോട് കരുണ കാണിക്കും. ആദിയുണർന്ന് തിരുസാന്നിധ്യത്തിൽ മറയ്ക്ക്. എല്ലാ നല്ല ദാനങ്ങൾക്കായി സ്തോത്രം. മഹത്വം അപ്പച്ചന് യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ തന്നെ. ആമേൻ. കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വവാനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. 2000 കൊല്ലങ്ങൾക്കപ്പുറം പത്മോസിൻ്റെ ഏകാന്തതയിൽ AD 90 കാലഘട്ടത്തിൽ വയോധികനായ യോഹന്നാൻ ഡൊമീഷ്യൻ ചക്രവർത്തിയാൽ നാട് കടത്തപ്പെടുമ്പോൾ, വഴികളും വാതിലുകളും അടയുമ്പോൾ, സ്വർഗത്തിലെ ദൈവം അവന് വേണ്ടി സ്വർഗീയ കവാടങ്ങൾ തുറക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നിലയെങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ടുള്ളവൻ കാലുലയിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മഹാനാദം 7 നക്ഷത്രമാകുന്ന വലങ്കൈ സഭയെ വലങ്കയിൽ പിടിച്ചു. ആദ്യൻ, അന്ത്യൻ, ആൽഫ, ഒമേഗ. സൂര്യനെ പോലെ മുഖം പ്രകാശിച്ചു. ശബ്ദം പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ. വയോധികനായ യോഹന്നാന്റെ മേൽ ഒരു കരമിറങ്ങി വന്നു. യോഹന്നാനെ, ഒരിക്കൽ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇന്നും എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടത് ഇപ്പോൾ ഉള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത്. അതാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം 404 വാക്യങ്ങൾ, 22 അധ്യായങ്ങൾ, യുഗത്തിൻ്റെ അന്ത്യത്തിൽ സംഭവിക്കുന്നത്. കുഞ്ഞെ, 1-ാം അധ്യായം തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റിയും 2-3 അധ്യായങ്ങൾ 7 സഭകളെ പറ്റിയും, 4-ാം അധ്യായ സഭ ഇവിടില്ല,
അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച കാഹളനാദം, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാൻ ഉള്ളത് ഞാൻ കാണിച്ച് തരാം. വിശ്വാസത്തോടെ ദൈവവചനത്തിലേക്ക് കടക്കാം. 5-ാം അധ്യായം, പുസ്തകം തുറപ്പാൻ യോഗ്യൻ ആരെ? അങ്ങനെ ഓരോരോ പടികൾ അന്ത്യകാല പ്രഭാഷണത്തിൽ നാം ചിന്തിക്കും. തൊട്ടുവച്ചത് 1-ാം ഘട്ടം, നീ കണ്ടത്. 2-ാം ഘട്ടം, ഇപ്പോൾ ഉള്ളത്. ഭാവിയിൽ എന്ത് സംഭവിക്കാനുള്ളത്? അതിൻ്റെ നിറവിൽ ഇന്നെല്ലാവരും ചോദിക്കുന്നു, യേശു എപ്പോൾ വരും? പ്രാസംഗികർ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഏറെ നാളായി പ്രസംഗം കേൾക്കുന്നു, കർത്താവ് എപ്പോൾ വരും? ഉപദേശിമാർ ചോദിക്കുന്നു, എപ്പോൾ വരും? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ചോദിക്കുന്നു, യേശു എപ്പോൾ വരും? പ്രായം ചെന്ന മാതാപിതാക്കൾ വർഷങ്ങളായി ചോദിക്കുന്നു, യേശു എപ്പോൾ വരും? അങ്ങനെയെങ്കിൽ ബൈബിൾ പ്രവചന പ്രകാരം യേശു ക്രിസ്തുവിൻ്റെ വരവ് എപ്പോൾ? അതിനെ അടിസ്ഥാനപ്പെടുത്തിയ നാം ചിന്തിക്കുന്നത്, യേശു എപ്പോൾ വരും? ദൈവത്തിൻ്റെ ദാസനാകുന്ന അടിയനല്ല 7 കാര്യങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ നിവർത്തി ആകണം. 7 കാര്യങ്ങൾ നിവർത്തിയാകുമ്പോൾ എൻ്റെ യേശു മടങ്ങി വരും. 8 വാക്യങ്ങൾ മടങ്ങി വരവിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. യേശു എപ്പോൾ മടങ്ങി വരും? വായിക്കും. മത്തായി സുവിശേഷം 24, 35, 36 വാക്യങ്ങൾ. യേശു എപ്പോൾ മടങ്ങി വരും? മത്തായി സുവിശേഷം 24, 35, 36 വാക്യങ്ങൾ. യേശു എപ്പോൾ മടങ്ങി വരും? ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. എന്റെ വചനങ്ങൾ, വചനമാ ക്ലിയർ. പ്രസംഗിക്കുന്ന ഞങ്ങളല്ല, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അടുത്ത വാക്യം, ആ നാളും നാഴികയും സംബന്ധിച്ചോ? കൃത്യമായി സ്പീഡിൽ പോകത്തില്ല. ഇതൊരു പഠന ക്ലാസ് പോലെ പോകാൻ പറ്റത്തുള്ളൂ. ആ നാളും നാഴികയെ സംബന്ധിച്ച് എന്റെ പിതാവ് മാത്രമല്ലാതെ, എന്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലെ ദൂതന്മാരും സ്വർഗത്തിലെ ദൂതന്മാര് പോലും പുത്രനും കൂടെ അറിയുന്നില്ല. എത്ര ക്ലിയർ! പത്രോസ്ലീഹ പറഞ്ഞതുപോലെ കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. 1-ാമത്തെ പഠനഭാഗം, പിതാവ് അറിയാതെ യേശു വരത്തില്ല. മലയാളം, പിതാവ് അനുവദിക്കണം യേശു വരുവാൻ. ഇത് ഞാനല്ല പറഞ്ഞത്. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം, ഓശാന പെരുന്നാളിൽ ശിഷ്യന്മാരുമായി ഒലിവുമലയുടെ നെറുകയിൽ സെർമൺ ഓഫ് ദ മൗണ്ട് യേശു സംവദിക്കുമ്പോൾ, പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, പറയുന്നൊരു കാര്യമുണ്ട്. ഗുരു, നിന്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. ആകാശം മാറും, ഭൂമി മാറും, തിരുവചനം ഒഴിഞ്ഞു പോകത്തില്ല. പിതാവ് അനുവദിക്കാതെ യേശു വരികയില്ല. വരാനിരിക്കുന്ന യേശുവിന് പോലും അറിയത്തില്ല യേശു എപ്പോൾ വരും. സ്വർഗത്തിലെ പിതാവിന് മാത്രം, ദൂതന്മാർക്ക് പോലും അറിയത്തില്ല. 1997 അമേരിക്കയിൽ ഒരു കൊറിയക്കാരൻ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, യേശു ഇത്രാം തീയതി വരും, നിങ്ങൾ ബിസിനസ്സൊക്കെ അവസാനിപ്പിച്ച് ടെൻറ്റിനകത്ത് ഇരുന്നോളായി. അങ്ങനെ ടെൻറ്റിനകത്ത് ഇരുന്നിട്ട് വളരെ കാര്യമായിട്ട് കാര്യം നടത്തി. പക്ഷേ ഇവർ പറഞ്ഞ സമയത്ത് യേശു വന്നില്ല. ഈ പ്രിയപ്പെട്ടവൻ പലർക്കും വിഷം കൊടുത്ത് കൊന്നെന്നാ പറയുന്നത്. യേശു വന്നില്ല. അതുകൊണ്ട് സമയം മുൻകൂട്ടി കുറിക്കുന്നത് പിശാചിൻ്റെ പദ്ധതി. 2014 ഡിസംബർ മാസം 8-ാം തീയതി ലോകത്തിലെ ചില ഭാഗങ്ങളിൽ ഇന്റർനെറ്റിൽ മെസ്സേജ് കൊടുത്തു, യേശു ഡിസംബർ 8-ാം തീയതി വരുമെന്ന് ചില പ്രത്യേക വിഭാഗക്കാർ. മക്കളെ, ഇതെല്ലാം വചനത്തിന് വിരുദ്ധമാണ്. യേശു സമയം കൂട്ടിയല്ല വരുന്നത്. യേശു പിതാവ് അനുവദിക്കുമ്പോൾ മാത്രമേ യേശു വരത്തുള്ളൂ. യേശു എപ്പോൾ വരും? മറുപടി, പിതാവ് അനുവദിക്കുമ്പോൾ യേശു മടങ്ങി വരും. യേശു ക്രിസ്തുവിന്റെ പുനരാഗമനം. ചിലയിടത്ത് ഒരു ഉപവാസ പ്രാർത്ഥന നടക്കും. 3 ദിവസം കാര്യമായ ഉപവാസ പ്രാർത്ഥന. നേതൃത്വം കൊടുക്കുന്ന ദൈവദാസൻ പ്രാർത്ഥിക്കും, കർത്താവേ, ഇപ്പോൾ അങ്ങ് വന്നാൽ ഇവരെ കൊണ്ടുപോകാം. ഏകദേശം ഒന്ന് ശരിയായിരിക്കുക, പ്രാർത്ഥനയും കാത്തിരിപ്പൊക്കെ കഴിഞ്ഞ്
പാപങ്ങളെല്ലാം വിട്ട്. പക്ഷേ പൊന്നു കർത്താവേ, കൂടാരത്തിനകത്തുനിന്ന് യവന്മാരിറങ്ങിയാൽ പഴയ പടിയായിപ്പോ. സ്തോത്രം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ വരണമെന്ന് പലരും പ്രാർത്ഥിക്കാറുണ്ട്. മക്കളെ, അങ്ങനെയൊന്നും യേശു വരത്തില്ല, പിതാവ് അനുവദിക്കാതെ. മത്തായിയിൽ വേറൊരു ഭാഗമുണ്ട്, വായിക്കുന്നില്ല. രാജ്യത്തിന്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ എൻ്റെ യേശു മടങ്ങി വരും. കാൽവരിയിൽ നമുക്കായി സകല പാപത്തിന്റെ പരിഹാരത്തിനും വേണ്ടി അവൻ പരമയാഗമായെന്നുള്ളത് കൃത്യമായി പറയുമ്പോൾ യേശു മടങ്ങി വരും. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ എൻ്റെ നാഥൻ മടങ്ങി വരും. ഒന്നാമത്തെ ഉത്തരം, യേശു ക്രിസ്തുവിന്റെ മടങ്ങി വരവപ്പോൾ ബൈബിൾ വചനം യേശു ക്രിസ്തുവിന്റെ ഒലിമല പ്രഭാഷ ആകാശവും ഭൂമിയും മാറും, വചനം മാറിയില്ല. പിതാവ് അനുവദിക്കാതെ യേശു വരില്ല. വരുന്ന യേശുവിന് പറയത്തില്ല. ആ നാളും നാഴികയെ സംഭവിച്ച് സ്വർഗത്തിലെ ദൂതന്മാർ, മർക്കോസ് എഴുതിയിട്ടുണ്ട് ആ നാളും നാഴികയെ സംബന്ധിച്ച്. അപ്പോൾ യേശു എപ്പോൾ മടങ്ങി വരും? പിതാവ് അനുവദിക്കുമ്പോൾ യേശു മടങ്ങി വരും. 2, യേശു എപ്പോൾ മടങ്ങി വരും? യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് മുമ്പ് അനുഗ്രഹിക്കപ്പെട്ട രക്ഷാ സന്ദേശം എഴുതിയ 8ഓളം അത്ഭുതങ്ങൾ എഴുതപ്പെട്ട സുവിശേഷത്തിൽ കൂടി എഴുതിയ യോഹന്നാൻ ശ്ലീഹന്മാരുമായി യേശു സംവദിക്കുന്നത് എഴുതി വച്ചിട്ടുണ്ട്. യോഹന്നാൻ 13 മുതൽ 19 വരെ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിനോടുള്ള ബന്ധത്തിൽ എഴുതപ്പെട്ട വാക്യങ്ങളാണ്. അതിൽ യേശു എപ്പോൾ മടങ്ങി വരും? ഞാനല്ല പറഞ്ഞത്, ലവാർമയിലുള്ള കുഞ്ഞുങ്ങളല്ല, ദൈവത്തിൻ്റെ ദാസന്മാരല്ല, ഭാഗ്യകരമായ പ്രത്യാശയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട സ്ലീഹന്മാരോട് യേശു സംവദിച്ചുകൊണ്ട് പറയുന്നു, അവൻ എപ്പോൾ മടങ്ങി വരും? വായിക്കുന്നു, യേശു എപ്പോൾ മടങ്ങി വരും? യോഹന്നാന്റെ സുവിശേഷം 14, 1, 2, 3. യേശു എപ്പോൾ മടങ്ങി വരും? വായിക്കാം മക്കളെ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ. യേശുവിന്റെ ക്രൂശീകരണവും കാര്യങ്ങളുമൊക്കെ അറിയുന്ന സ്ലീഹന്മാർ ഇപ്പൊ തന്നെ കലങ്ങിയിരിക്കുക. അപ്പോൾ യേശു പറയുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. അടുത്തത്, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ ഉണ്ട്. അനേക വാസസ്ഥലം. ബൈബിൾ മറ്റ് സ്ഥലത്ത് എഴുതിയിരിക്കുന്നത് പാലസ് അല്ലെങ്കിൽ എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക കൊട്ടാരങ്ങളുണ്ട്. അടുത്തത്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ആ കൊട്ടാരം ഉണ്ടോ വേണ്ട യേശു പറഞ്ഞത്. അടുത്തത്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. അതിന് വീണ്ടും വേർഷൻ കൊടുക്കണം. ഞാൻ നിങ്ങൾക്ക് കൊട്ടാരമൊരുക്കുവാൻ പോകുന്നു. അടുത്തത്, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, ഞാൻ പോയി ആ കൊട്ടാരമാകുന്ന വീടൊരുക്കിയാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്, ഞാൻ ഇരിക്കുന്ന അതേ പിതാവിന്റെ കൊട്ടാരത്തിൽ നിങ്ങളും ഇരിക്കേണ്ടതിന്, പിന്നെയും വന്ന് നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കണ്ടോ? അപ്പോൾ യേശു എപ്പോൾ വരും? ഇത് ഞാനല്ല പറയുന്നത്, എല്ലാം ബൈബിൾ പ്രവചനങ്ങളാണ്. അന്ത്യകാലത്തോടുള്ള ബന്ധത്തിൽ പിതാവിൻ്റെ കൊട്ടാരത്തിൽ അനേക വാസസ്ഥലമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന സ്ഥലത്ത് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളും. തീർന്നില്ല, മനസ്സിലാക്കണം. വീടൊരുക്കിയാൽ, ഇംഗ്ലീഷ് ബൈബിൾ മറ്റ് വേർഷനിലെല്ലാം കാണുന്നത് സ്ഥലമെന്നല്ല, വീടെന്നല്ല. മോർ പാലസസ് in my father's house I will make palace. നിങ്ങൾക്ക് വേണ്ടി കൊട്ടാരമൊരുക്കും. ആ കൊട്ടാരമൊരുക്കുമ്പോൾ ആ വീട്ടിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ യേശു എപ്പോൾ മടങ്ങി വരും? പിതാവ് അനുവദിക്കുമ്പോൾ എൻ്റെ നാഥൻ മടങ്ങി വരും. തീർന്നില്ല, എൻ്റെ യേശു എപ്പോൾ വരും? മധ്യാകാശത്തിൽ, ഇന്നത്തെ ആകാശ നക്ഷത്രങ്ങൾക്കകപ്പുറം, കോടാനുകോടി ഗാലക്സിക്കപ്പുറം, പ്രിയപ്പെട്ട ദൈവമക്കളെ, അവന്റെ കൊട്ടാരം കൈപ്പണിയല്ലാതെ ഒരുക്കി നമ്മെ ചേർക്കുവാൻ വീടൊരുക്കി കഴിയുമ്പോൾ എൻ്റെ യേശു മടങ്ങി വരും. വചനം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, മനുഷ്യൻ്റെതായ തെറ്റിദ്ധാരണകൾ മാറ്റാൻ വേണ്ടിയാം
ഇത്രയും ആധികാരികമായി ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത്, കൊട്ടാരമൊരുക്കിയാൽ ഞാൻ മടങ്ങി വരും. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ യോഹന്നാൻ സുവിശേഷം 13 മുതൽ 19 വരെ പ്രത്യാശയുടെ മേഘപ്രത്യക്ഷതയെപ്പറ്റി കാണിക്കുമ്പോൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, വീടൊരുക്കിയാൽ യേശു മടങ്ങി വരും. കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത വീണ്ടും എപ്പോൾ? റോമാലേഖനം 11-ാം അധ്യായം 25-ാമത്തെ തിരുവചനം. യേശു എപ്പോൾ വരും? റോമർ 11:25 വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ. നമ്മൾ പലരും വലിയ ബുദ്ധിമാന്മാര് ഒന്നുമല്ലെന്ന് വിചാരിക്കണം. ബുദ്ധിമാന്മാരല്ലെന്ന് നിങ്ങൾക്ക് തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കണം. റോമാലേഖനത്തിൽ ധന്യനായ പൗലോസ്ലീഹ സഹോദരങ്ങൾക്ക് സഭയോടുള്ള ബന്ധത്തിൽ പറയുന്നു. വായിച്ചാട്ടെ. ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം, ജാതികളുടെ പൂർണ്ണ സംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായി കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇസ്രായേൽ അംശമായി പീഡിപ്പിക്കപ്പെടും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. മതി. ഇസ്രായേൽ കുത്തിയവങ്കലേക്ക് നോക്കുന്ന ഒരു കാലം വരും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? ജാതികളുടെ പൂർണ്ണ സംഖ്യ, യഹൂദന്റെ പൂർണ്ണ സംഖ്യയല്ല, ജാതികളുടെ പൂർണ്ണ സംഖ്യ. എന്താ ജാതികളുടെ പൂർണ്ണ സംഖ്യ? മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ആർ നിൽക്കും? 54 പ്രവചനങ്ങൾ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റി വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇസ്രായേലിനെ സൂചിപ്പിക്കുന്നത് ഒലിവെന്ന നാട്ടൊലിവിന്റെ കൊമ്പുകൾ വെട്ടി കാട്ടൊലിവായിരുന്ന നമ്മെ ആ നാട്ടൊലിവിനോട് ചേർത്ത് വെച്ച് പിടിപ്പിച്ചത് വചനത്തിന്റെ രഹസ്യം കണ്ടു. യേശു ക്രിസ്തുവിന്റെ മഹത് പ്രത്യക്ഷതയിൽ മേഘത്തിൽ അവൻ വരുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നാട്ടൊലിവിന്റെ കമ്പുകളെ വെട്ടിമാറ്റി ഇസ്രായേലിനെ വെട്ടിമാറ്റി കാട്ടൊലിവായ നമ്മെ അവിടെ വെച്ചു പിടിപ്പിച്ചു. അംശമായ കാഠിന്യം യഹൂദന് ഭവിക്കും. ഇസ്രായേൽ മുഴുവൻ കുത്തിയവങ്കലേക്ക് നോക്ക്. ജാതികളുടെ പൂർണ്ണസംഖ്യ. സ്വർഗത്തിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത്, രാജ്യത്തിൻ്റെ സുവിശേഷം ഭൂതലത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും. ദൈവരാജ്യം കടലിലിട്ട വല പോലെ മത്സ്യം പലതും അതിനകത്തു കയറി മക്കളെ കൊള്ളാവുന്നതിനെ വലയ്ക്കകത്ത് പറക്കി കൊള്ളാത്തതിനെ കടലിലേക്ക് തള്ളി. വിളിക്കപ്പെട്ടവർ അനേകം, തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം. ഒരു മർമ്മം ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് ഗണിക്കരുത്. ജാതികളുടെ പൂർണ്ണസംഖ്യ തീരുവോളം, തികയുവോളം ഇസ്രായേൽ അംശമായ കാഠിന്യം അവർ പീഡിപ്പിക്കപ്പെടും. പിന്നത്തതിൽ ദൈവമുഖത്തേക്ക് അവർ നോക്കും. അപ്പോൾ യേശു എപ്പോൾ മടങ്ങി വരും? ഇത് മുഴുവൻ ബൈബിളിൻ്റെ പ്രവചനത്തിൻ്റെ നിവർത്തിയ. എന്തെങ്കിലും കവലയിൽ നിന്നോ ഏതെങ്കിലും മാർക്കോ ബീസ്റ്റോ എന്നൊക്കെ പറഞ്ഞിട്ട് യേശു വരും, കോവിഡ് കണ്ടിട്ട് കോവിഡ് 1, കോവിഡ് 2, ഒരു കോവിഡ് വാക്സിൻ്റെ സർട്ടിഫിക്കറ്റ്, അല്ലെങ്കിൽ കോവിഡിൻ്റെ വാക്സിൻ കയറിയ ഗ്രാഫിക് ഓക്സൈനോ അല്ലെങ്കിൽ സ്റ്റിറോയിഡോ കയറിയ ഉടനെ യേശു നാളെ വരാൻ പോവുക, എല്ലാവരും നരകത്തിൽ പോവുക. മക്കളെ, ഈ ബൈബിൾ പഠിക്കാതെ ഈ പറയാൻ നിങ്ങൾ നിൽക്കരുത്. യേശു എപ്പോൾ വരുമെന്നുള്ളതിൻ്റെ പ്രവചനമാണ് നാം ചിന്തിക്കുന്നത്. 1, അവൻ പിതാവ് അനുവദിക്കുമ്പോൾ മാത്രമേ വരൂ. 2, മധ്യാകാശത്തിൽ ആകാശഗംഗ ഗാലക്സിയിൽ പിതാവിൻ്റെ വീട്ടിലെ കൊട്ടാരത്തിൻ്റെ പണി പൂർത്തിയായതിന് ശേഷമേ കാന്തയെ ചേർക്കാൻ വരത്തോള്. സജു ചാത്തന്നൂരല്ല പറഞ്ഞത്, എൻ്റെ യേശു പറഞ്ഞു. മാളികമുറി പ്രഭാഷണം തീർന്നില്ല. 3, ഇസ്രായേലിന് അംശമായ കാഠിന്യം. ഇസ്രായേലിനെ പറ്റി ഞാനിപ്പോൾ ചിന്തിക്കും മുമ്പോട്ട്. ഇസ്രായേലിന് അംശമായ കാഠിന്യം സംഭവിക്കുക. മക്കളെ,
നാട്ടൊലിവായി ഇരുന്ന ഇസ്രയേലിന്റെ കമ്പുകളെ വെട്ടി കാട്ടൊലിവായ നമ്മെ അവന്റെ കൃപയുടെ മഹത്വത്തിനൊത്തവണ്ണം കൂട്ടിച്ചേർത്തു. അങ്ങനെയെങ്കിൽ അംശമായ കാഠിന്യം അനുഭവിച്ച ഇസ്രയേലിനെ മടക്കി വരുത്തിയതിനു ശേഷം അവങ്കലേക്ക് നോക്കുമ്പോൾ യേശു മടങ്ങി വരും. നാലാമത്തെ സംഭവം, എപ്പോൾ യേശു മടങ്ങി വരും? അപ്പോസ്തല പ്രവൃത്തിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശു എപ്പോൾ മടങ്ങി വരും? അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യം വായിക്കാം. ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും, ദൈവം ലോകാരംഭം മുതൽ, ഇൻ ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ്, തന്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ അരുളപ്പാട് കൊടുത്ത സംഭവങ്ങളൊക്കെയും അടുത്ത വായിച്ചാട്ടെ. യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം, യഥാസ്ഥാനത്താകുന്ന കാലം വരെ സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാകുന്നു. സ്വർഗം നമ്മുടെ മശിഹായെ കൈക്കൊള്ളേണ്ടതാകുന്നു. അങ്ങനെ അത് യേശു ഉടനെ വരുവോ? വരത്തില്ല. 95% പ്രവചനങ്ങൾ നിവർത്തിയായി. ഇനി 5% പ്രവചനങ്ങൾ തന്റെ പ്രവാചകന്മാരാൽ രേഖപ്പെടുത്തിയ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നത് വരെ സ്വർഗം നമ്മുടെ മശിഹായെ കൈക്കൊള്ളും. എത്ര ക്ലിയർ ഉപദേശാന്നറിയാവും. ഈ പ്രവചനം നിവർത്തിയാകുമ്പോൾ സ്വർഗം ബട്ടണമർത്തും. ഇടയൻ തൻ്റെ ആടുകളെ പോയി കൂട്ടിച്ചേർക്കാൻ പറയുന്നത് പോലെ. എത്ര പേർക്ക് ഈ കാര്യം മനസ്സിലാകുന്നു? ഇതൊന്നും പലരും പ്രസംഗിക്കത്തില്ല. എന്താ കാര്യമെന്നറിയാമോ? ഇത് പ്രസംഗിക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല. വിശുദ്ധ പ്രവാചകന്മാരാൽ അരുളപ്പാട് കൊടുത്ത ബൈബിളിലെ, ഞാൻ പറഞ്ഞല്ലോ 7000 പ്രോമിസ വിശുദ്ധ തിരുവചനത്തിൽ, 31,171 വാക്യങ്ങളിൽ 1000 പ്രവചനങ്ങളുണ്ട്. മുമ്പോട്ട് ഞാൻ പ്രവചനം പഠിപ്പിക്കാൻ പോവുക. ദാനിയേൽ അടുത്ത പ്രവചനം പഠിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പ്രവചനങ്ങൾ നിവർത്തിയാകുന്നത് വരെ സ്വർഗം അവനെ താഴോട്ട് വിടത്തില്ല. അതുകൊണ്ടല്ലയോ കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി എൻ്റെ യേശു മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അവൻ 40 ദിവസം തന്റെ കുഞ്ഞുങ്ങളോട് പാർത്തു. ശിഷ്യന്മാരെ അനുഗമിക്കുമ്പോൾ, നിങ്ങൾ മനസ്സിലാക്കണം കർത്താവിന്റെ വരവ്. അപ്പോൾ യേശു ഉയരത്തിലേക്ക് പോയി കണ്ണ് വയ്ക്കുന്ന വേഗത്തിൽ. അതുകൊണ്ടല്ലേ നമ്മൾ പാടുന്നത്, ബഹുമാന്യനാം ആചാര്യരായി വാനിൽ അവൻ വാഴുകയാൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാ അപ്പോസ്തല പ്രവൃത്തികളിൽ പത്രോസ്ലീഹായോടുള്ള ബന്ധത്തിലാ പറയുന്നത്, തന്റെ വിശുദ്ധ പ്രവാചകന്മാരാൽ അരുളപ്പാട് കൊടുത്ത പ്രവചനങ്ങൾ നിവർത്തിയാകുന്നത് വരെ യേശുവിനെ സ്വർഗം കൈക്കൊള്ളു. പിതാവ് ആജ്ഞാപിക്കുമ്പോൾ അവൻ വരും തൻ്റെ ചുടുനിണത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയെ ചേർക്കുവാൻ. തൻ്റെ ചുടുനിണത്താൽ പിതാവ് അരുളപ്പാട് കൊടുക്കും. പുത്രനോട് പറയും എവിടത്തേക്ക് പോകുവാൻ? തൻ്റെ മക്കളെ കൂട്ടിക്കൊണ്ടുവരുവാൻ. അപ്പോൾ യേശു എപ്പോൾ മടങ്ങി വരും? പള്ളിയിൽ അച്ഛൻ പറഞ്ഞാൽ യേശു വരുമോ? ഞാൻ പറഞ്ഞാൽ യേശു വരുമോ? TPMലെ പാസ്റ്റർ പറഞ്ഞാൽ വരുമോ? പോപ്പ് പറഞ്ഞാൽ യേശു വരുമോ? ഇല്ല. പിതാവ് അനുവദിക്കുമ്പോൾ യേശു വരും. 2, വീടിൻ്റെ പണി പൂർത്തിയാകുമ്പോൾ യേശു വരും. ജാതികളുടെ പൂർണ്ണസംഖ്യ തികയും ഇസ്രായേൽ അംശമായ കാഠിന്യം യേശു വരും. 4, ഈ പുസ്തകത്തിൽ വിശുദ്ധ പ്രവാചകന്മാരാൽ അരുളപ്പാട് കൊടുത്ത് അരുളപ്പാട് തികയുമ്പോൾ യേശു മടങ്ങി വരും. അടുത്ത വാക്യം ഇനി ഇപ്പോഴത്തെ സംഭവമായിട്ടൊന്ന് കമ്പയർ ചെയ്യണമല്ലോ. യേശു എപ്പോൾ വരും? അത് ഈറ്റുനോവിന്റെ ആരംഭം. വായിക്കാം ജോസഫ് ബ്രദറെ, മത്തായി സുവിശേഷം 24 അതിന്റെ 7-ാമത്തെ വാക്യം. മത്തായി സുവിശേഷം 24 അതിന്റെ 7-ാമത്തെ വാക്യം. യേശു എപ്പോൾ മടങ്ങി വരും? എന്നാൽ അത് അവസാനമല്ല. ഇതൊക്കെ അവസാനമല്ല. ജാതി ജാതിയോടും. അവിടെ നിൽക്കട്ടെ. ഈ പ്രഭാഷണം കേൾക്കുന്നവരെല്ലാം പഠിക്കാൻ പേനയായിട്ട് നിൽക്കണം. ജാതി ജാതിയോടും. എന്താ ജാതി ജാതിയോട്? ലോകത്തിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മതസംഘടനയായിരുന്നു ഇസ്ലാം. താലിബാൻ ഇന്ന് പിടിച്ചടക്കിയപ്പോൾ അഫ്ഗാനിസ്ഥാനത്തിൽ സംശുദ്ധ ഭരണം അവരുടെ മതഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച നിങ്ങൾ കണ്ടു, ഷിയ മസ്ജിദിനകത്ത് സ്ഫോടനം. 2 പേരുടെ കയ്യിലിരിക്കുന്നതും
ഒരു മതഗ്രന്ഥം. കണ്ടോ, ജാതി ജാതിയോടും കമ്മ്യൂണൽ ക്ലാഷ്. കേരളം കണ്ടില്ലേ? ഇന്ന് ലവ് ജിഹാദ്, നർക്കോട്ടിക് ജിഹാദ്. ഒരു കാലത്ത് ഞങ്ങൾ സ്കൂളിൽ